ചില ആളുകളെ കണ്ടാൽ നല്ല ഇന്നസെൻ്റ് ആയിട്ട് തോന്നും, സോഫ്റ്റായി സംസാരിക്കും, ഫ്രണ്ട്ലി ആയി പെരുമാറും. പക്ഷെ അവരുടെ മനസ്സിലെല്ലാം കാൽക്കുലേഷൻ നടക്കും. ആരാണ് റിയൽ, ആരാണ് ഫേക്ക്, എവിടെ സംസാരിക്കണം, എവിടെ സൈലൻ്റ് ആകണം, എല്ലാം ക്വയറ്റ്ലി നന്നായിട്ട് ഒബ്സർവ് ചെയ്യും. അതാണ് അത്തം നക്ഷത്രക്കാർ. അത്തം നക്ഷത്രക്കാർക്ക് ഇൻ്റലിജൻസ് വളരെ ഷാർപ്പാണ്. നിങ്ങൾ ഒരിക്കലും പെട്ടെന്ന് റിയാക്ട് ചെയ്യില്ല. ആദ്യം എല്ലാം ഒന്ന് ഒബ്സർവ് ചെയ്യും, അതായത് നിരീക്ഷിക്കും, പിന്നെ ആനലൈസ് ചെയ്യും, നിങ്ങളുടേതായ ഒരു തീരുമാനത്തിലെത്തും, അതിനുശേഷം മുന്നോട്ട് പോവും. നിങ്ങൾക്ക് പെർഫെക്ഷൻ ഇഷ്ടമാണ്. ഡ്രസ്സ്, സ്പീച്ച്, ബിഹേവിയർ, പബ്ലിക് ഇമേജ് എല്ലാത്തിലും നീറ്റ്നെസ് വേണം. അതുകൊണ്ട് നിങ്ങളുടെ റിസൾട്ട് പലപ്പോഴും ഡിപ്രഷൻ ആവാറുണ്ട്. ഡ്രസ്സിൽ നീറ്റ്നെസ്സും പബ്ലിക് ബിഹേവിയറിലൊക്കെ ഓക്കെ, പക്ഷേ വർക്കിൻ്റെ കാര്യത്തിൽ, ബാക്കിയുള്ള പാർട്ട്ണറുടെ കാര്യത്തിലൊന്നും പെർഫെക്ഷൻ ആഗ്രഹിക്കരുത്. നിങ്ങളുടെ ബിഗ്ഗസ്റ്റ് പ്രോബ്ലം എന്താണെന്ന് അറിയോ? ഓവർ ആനലൈസിങ്. ഒരുപാട് വിശകലനം ചെയ്യും. ഒരു ചെറിയ വേർഡ് പോലും മൈൻഡ് റിപ്പീറ്റ് ചെയ്യും. ഒരു സിറ്റുവേഷന് 1000 ആംഗിൾ ചിന്തിക്കും. ഒരു കാര്യത്തിന് 1000 തലത്തിൽ ചിന്തിക്കും. അതുകൊണ്ട് ചിലപ്പോൾ ആങ്സൈറ്റി സൈലൻ്റ്ലി ക്യാരി ചെയ്യും. അതുകൊണ്ട് നിങ്ങൾക്ക് ആങ്സൈറ്റി ഉണ്ടാവുക, ഡിപ്രഷനും ഉണ്ടാവാറുണ്ട്. അത്തം നക്ഷത്രക്കാർക്ക് സോഷ്യൽ ഇൻ്റലിജൻസ് ഡേഞ്ചറസ് ലെവലിലായിരിക്കും. ആളുകളെ ഹാൻഡിൽ ചെയ്യാൻ അറിയാം, ആരാണ് ഉപയോഗപ്രദം, ആരാണ് റിസ്ക് ആയിട്ടുള്ള വ്യക്തി എന്നൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. പക്ഷേ ഇമോഷൻസ് ഫുള്ളി ട്രസ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ട്. നിങ്ങൾ മറ്റുള്ളവരെ അങ്ങനെ വിശ്വസിക്കില്ല. നിങ്ങൾക്ക് സീക്രട്ട്ലി കൺട്രോൾ ഇഷ്ടമാണ്. നിങ്ങൾ മറ്റുള്ളവരെ അവരറിയാണ്ട് തന്നെ കൺട്രോൾ ചെയ്യും. സിറ്റുവേഷൻ നിങ്ങളുടെ കയ്യിലിരിക്കണം എന്നുള്ള ഒരാഗ്രഹം നന്നായിട്ടുണ്ട്, പക്ഷെ അത് നിങ്ങൾ പുറമേ കാണിക്കില്ല. മെയ് മാസം അത്തം നക്ഷത്രക്കാർക്ക് മെൻ്റലി വലിയ ഓവർലോഡ് തന്നെയായിരുന്നു. ഭയങ്കര ഫ്രസ്ട്രേഷൻ ഉണ്ടായിരുന്നു. കരിയറിലെ പ്ലാനിങ്, ഫ്യൂച്ചർ ആങ്സൈറ്റി, അതായത് ഭാവിയിലുള്ള ചിന്ത, റിലേഷൻഷിപ്പിൽ കൺഫ്യൂഷൻ, മണി കാൽക്കുലേഷൻ, സാമ്പത്തികമായിട്ടുള്ള കാൽക്കുലേഷൻ. പുറത്ത് കാമായിരുന്നെങ്കിലും ഉള്ളിൽ മൈൻഡ് നോൺ സ്റ്റോപ്പായിട്ട് വർക്ക് ചെയ്തിരുന്നു. ചിലർക്ക് സ്ലീപ്പ് ഡിസ്റ്റർബൻസ് ഉണ്ടായിരിക്കാം, ചിലർക്ക് ആളുകളെ ട്രസ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ട് വന്നിരിക്കാം. പക്ഷേ ജൂൺ മാസം അത്തം നക്ഷത്രക്കാർക്ക് ഒരു സ്ട്രാറ്റജി മന്താണ്. കരിയറിലാണെങ്കിൽ നിങ്ങളുടെ പ്ലാനിങ് അതെന്തായാലും നിങ്ങൾക്ക് ഗുണം എന്തായാലും ചെയ്യും. ആനലൈസ് സ്കില്ല് കാരണം റെക്കഗ്നിഷൻ കിട്ടും. അതായത് മനസ്സിലാക്കണ ഒരു സ്കില്ലുള്ളത് കൊണ്ട് മറ്റുള്ളവരുടെ മുന്നിൽ നിങ്ങൾ മതി എന്നുള്ള ഒരു തീരുമാനത്തിലെത്തും. എഴുത്ത്, റൈറ്റിംഗ്, അതായത് എഴുത്ത്, മാനേജ്മെൻറ്റ്, ബിസിനസ്, കമ്മ്യൂണിക്കേഷൻ, ടെക്നോളജി ഇവയിലെല്ലാം ഗ്രോത്ത് ചാൻസ് വളരെ കൂടുതലാണ്. പക്ഷേ നിങ്ങൾ പെർഫെക്ഷനിസം നോക്കണം കൊണ്ട് ഡിലേ ഉണ്ടാകാം. അങ്ങനെ ഒരുപാട് പെർഫെക്ഷൻ നോക്കേണ്ട ആവശ്യമില്ല. പക്ഷേ പെർഫെക്ഷൻ നോക്കിയില്ലെങ്കിലോ നിങ്ങൾക്ക് സാറ്റിസ്ഫൈഡും ആവില്ല. അതുകൊണ്ട് നിങ്ങൾ പെർഫെക്ഷൻ നോക്കും. ഓവർ തിങ്കിങ് കാരണം നിങ്ങളുടെ ഓപ്പർച്യൂണിറ്റീസ് മിക്സ് ചെയ്യാനും ചാൻസ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് അത് പോയല്ലോ എന്നുള്ള ഖേദിക്കാനും സാധ്യതയുണ്ട്. റിലേഷൻഷിപ്പ് സൈഡ് നോക്കുകയാണെങ്കിൽ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. പുറത്ത് കാമായിട്ടൊക്കെ ബിഹേവ് ചെയ്യും, ഉള്ളിലാണെങ്കിൽ കുറച്ച് സംശയരോഗം കൂടിയ പോലെയാണ് നിങ്ങൾക്ക് ഉണ്ടാവുക. നിങ്ങൾ സിംഗിൾ ആണെങ്കിൽ ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള നല്ല ബുദ്ധിയുള്ള ഒരാളോട്ട് അട്രാക്ഷൻ ഉണ്ടാവും. കമ്മിറ്റഡ് ആയവർക്ക് കമ്മ്യൂണിക്കേഷൻ മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവും. ഒരു സ്മാൾ ബിഹേവിയർ ചേഞ്ച് പോലും നോട്ടീസ് ചെയ്യും. പക്ഷേ ഫീലിങ്സ് നേരിട്ട് പറയാൻ നല്ല ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ നിങ്ങളുടെ ഫീലിങ്സ് നേരിട്ട് പറയാൻ നല്ല ബുദ്ധിമുട്ടുണ്ട്. സാമ്പത്തികം നോക്കുകയാണെങ്കിൽ നിങ്ങൾ കെയർഫുള്ളായിട്ട് നീങ്ങുകയാണെങ്കിൽ അത് ബെനിഫിറ്റ് ചെയ്യും. ആദ്യം തന്നെ ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് മാറ്റം നോക്കണം. അല്ലെങ്കിൽ ആദ്യത്തെ ഒരു 15 ദിവസം ഒന്നും തന്നെ പർച്ചേസ് ചെയ്യാതിരിക്കാനും നിങ്ങൾ നോക്കണം. സേവിങ്സ് മൈൻഡ് സെറ്റ് ആക്ടിവേറ്റ് ചെയ്യാൻ സാധ്യത വളരെ കൂടുതലാണ്. ബിസിനസ്സിലെ കാൽക്കുലേഷൻ എന്തായാലും നിങ്ങൾക്ക് ഇമ്പ്രൂവ് ചെയ്യും. പക്ഷേ സ്ട്രെസ് സ്പെൻഡിങ് അല്ലെങ്കിൽ ആങ്സൈറ്റി, ഷോപ്പിംഗ് ചാൻസ് ഒക്കെ നല്ല കൂടുതലാണ്. അതൊന്നും ചെയ്യാൻ പാടില്ല. പക്ഷേ അത് നിങ്ങൾ ഓട്ടോമാറ്റിക്കലി ചെയ്തു പോവുകയും ചെയ്യും. ജൂൺ മാസം അത്തം നക്ഷത്രക്കാർക്ക് വലിയൊരു യുദ്ധം പോലെ തോന്നിയിരിക്കാം. ലോജിക്കിലൂടെ മുന്നോട്ട് പോകണോ അതോ ഇമോഷൻസ് വെച്ച് പോകണോ എന്നുള്ള ഒരു സംശയം ഉണ്ടാവും. ഒരു സൈഡ് മനസ്സ് പറയുന്നത് കേൾക്കണം, മറ്റേ സൈഡ് ഹൃദയം പറയുന്നത് ഒഴിവാക്കാനും നിങ്ങൾക്ക് പറ്റില്ല. അത്തം നക്ഷത്രക്കാർക്കൊരു ആരോടും പറയാത്തൊരു പേടിയുണ്ട്. എനിക്ക് കൺട്രോൾ ചെയ്യൽ ലൂസാവുമോ എന്നുള്ള ഒരു പേടി നന്നായിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ ഇമോഷൻസ് ഫിൽട്ടർ ചെയ്തിട്ടേ പുറത്ത് കാണിക്കാറുള്ളൂ. നിങ്ങൾ ലൗഡല്ല, പക്ഷേ സൈലൻ്റ് ഇൻ്റലിജൻസ് ഡേഞ്ചർ ആയിരിക്കും. പുറത്ത് കാമാണ്, സ്മൈല്, ഉള്ളിൽ വലിയ കാൽക്കുലേഷനൊക്കെ ഉണ്ടാവും. അതാണ് അത്തം നക്ഷത്രം.